ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ്. നമ്മുടെ ചെമ്മിപ്പുളിയും ചെമ്മീനും തക്കാളിയും എല്ലാം ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി കറി. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമ്മൾ ചെമ്മിപ്പുളിയും ചെമ്മീനും മാത്രം ചേർത്തിട്ടുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ തക്കാളിയും സവോളയൊക്കെ ചേർത്തിട്ട് ഈ രീതിയിൽ കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ രീതിയിലൊന്ന് കറി ഉണ്ടാക്കി ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് മറക്കാതെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒരു ലൈക്കും കൂടി തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 10-12 ചെമ്മിപ്പുളി എടുത്തിട്ടുണ്ട്. ചെമ്മിപ്പുളി അല്ലെങ്കിൽ ഇരുമ്പൻ പുളി, ഓർക്കാപ്പുളി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയും. ഇവിടെ പറയുന്നത് ചെമ്മിപ്പുളി എന്നാണ്. അതുപോലെ തന്നെ ഒരു നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 1.25 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതായത് ഒരു തേങ്ങയുടെ പകുതി, അരമുറി തേങ്ങ. പിന്നെ കുറച്ച് ചെമ്മീൻ, ഒരു 50 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ മാത്രം മതി നമുക്ക് ഈ കറിക്ക്. ബാക്കി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ചേരുമ്പോൾ നമ്മുടെ കറി പെർഫെക്റ്റ് ആയിക്കോളും. അപ്പോൾ നമുക്കിതൊന്ന് ഈ ചെമ്മിപ്പുളിയും തക്കാളിയും നമ്മുടെ സവോളയും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്മിപ്പുളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പുളി 4 കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ ഇതുപോലെ ഹാഫ് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. തക്കാളി വേഗം കുക്കായി കിട്ടാനാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത്. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ സവോളയും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ചെമ്മിപ്പുളിയും കൂടി ചേർക്കുകയാണ്. ഇത്രയും ആദ്യം ഒന്ന് കുക്കായി വരട്ടെ. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് പൊടികളും കൂടി ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ചെമ്മീനും തക്കാളിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് പകുതി കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ ചെമ്മീനൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഓവർ കുക്കായി പോകും ചെമ്മീൻ. അപ്പോൾ ഒരു റബ്ബർ പോലത്തെ ഒരു ഇതായിരിക്കും, നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു റബ്ബർ കഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ ചെമ്മീൻ ഓവർ കുക്കാവാതിരിക്കാനാണ് നമ്മൾ ഇപ്പോഴേ ചെമ്മീൻ ചേർക്കാതിരിക്കുന്നത്. അതുപോലെ തക്കാളി ആണെങ്കിൽ ഉടഞ്ഞു പോകേണ്ട, നമ്മുടെ കറിയിൽ നമുക്ക് തക്കാളി കാണേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇതിനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമുക്കിനി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സവോളയും നമ്മുടെ ചെമ്മിപ്പുളിയും കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെമ്മീനാണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. ഞാൻ വലുതായതുകൊണ്ടാണ് കട്ട് ചെയ്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു തണ്ട് കറിവേപ്പില. ഇനി ചെമ്മീനൊന്ന് തിളച്ച് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ തക്കാളി ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ചേർക്കാത്തത്. ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അതുവരെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ ചേർത്തിട്ട് 2 മിനിറ്റ് ആയിക്കഴിഞ്ഞു. ചെമ്മീനും കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്കായാൽ മതി. ബാക്കിയുള്ളത് നമ്മൾ അരപ്പൊക്കെ ചേർക്കുമ്പോൾ തക്കാളി കുക്കായി വന്നോളും. തക്കാളി 1 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റ് ആയി. നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. അപ്പോൾ അരപ്പിൽ ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ.
അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. തീ കുറച്ച് വെക്കുക കേട്ടോ അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ അരപ്പ് തിളച്ച് പോകരുത്, ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ എരിവ് ചെക്ക് ചെയ്യുക, എരിവ് കുറവാണെങ്കിൽ നമുക്ക് 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. ഞാനപ്പോൾ ഒന്ന് ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ കറക്റ്റാണ്, എരിവും ആവശ്യത്തിനുണ്ട്. നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഞാനൊന്ന് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. തിള വരരുത്, നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ തിള വരരുതെന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി നന്നായിട്ട് ആവി വന്നോളും. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും കറി വയ്ക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടുതൽ ഗ്രേവി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ്റെ ടേസ്റ്റ് ഒന്നും അത്ര ഇതായിരിക്കില്ല, നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. ഇത് കുറുകിയ ചാറോടുകൂടിയ കറിയാണ് നല്ലത്. ഒരുപാട് കുറുകിയ ചാറല്ല, ചെറിയതായിട്ടൊന്ന് കുറുകിയ ചാറോടുകൂടിയ കറിയാണ് നല്ലത്. അപ്പോൾ ഇതാ കറിയിൽ നിന്ന് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ആയതുകൊണ്ട് വീണ്ടും ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി തിളച്ച് വരും കേട്ടോ. അതുകൊണ്ട് ചട്ടിയിൽ കറി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചട്ടി നമ്മൾ ബർണറിൽ നിന്ന് മാറ്റി വെച്ചാലും വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ കറി തിളച്ച് വരും. അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് മാറ്റി വയ്ക്കട്ടെ, നമുക്കിതിലേക്ക് വറവ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ കറി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കഴിക്കരുത്, ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. ഒന്ന് ചൂട് മാറി വന്നിട്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെമ്മിപ്പുളിയുടെയും ആ ചെമ്മീൻ്റെയും എല്ലാം ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ മാറ്റി വെച്ചതിന് ശേഷം കഴിക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ചെമ്മിപ്പുളി ചെമ്മീൻ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.